നിൻ സ്വരം കേൾക്കാനായി പിന്നെയും വന്നു ഞാൻ. എന്തിനീ മൗനം, എന്തിനീ നാണം, എന്തിനീ മൗനം, എന്തിനീ നാണം. നിങ്ങളുടെ സ്വരം കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഒരു മാസത്തിലേറെയായി ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫുഡ് ഇൻഫെക്ഷൻ ആയിരുന്നു. അതിൻ്റെ തളർച്ച ശരിക്കും ബാധിച്ച ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും വെളിയിൽ നിന്ന് 3 നേരവും ആഹാരം കഴിക്കുന്നില്ല, 3 അല്ലെങ്കിൽ അതിന് മേളിൽ തന്നെ ആഹാരം കഴിക്കുന്നത് വെളിയിൽ നിന്ന് ഹോട്ടലുകളിലാണ് എത്തണം. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും മുഷിഞ്ഞ ഫുഡ് അല്ലെങ്കിൽ ഏറ്റവും പഴകിയ ഫുഡിനെക്കാട്ടിലും മോശമാണ് നമുക്ക് ഹോട്ടലിലെ ടീൻ മേശയിൽ കൊണ്ടുവച്ചിരിക്കുന്ന നമ്മുടെ ഏറ്റവും കൂടിയ ഭക്ഷണം. നമ്മൾ ചിന്തിക്കണം. എപ്പോഴും നമ്മൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും, നമ്മൾ ആ പൊരിച്ച കോഴി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, എലി ചത്ത വാടയുടെ സ്മെല്ല് പോലും നമ്മൾ സഹിച്ച് അത്രയേറെ സ്പെഷ്യലാണെന്ന് നമ്മൾ കരുതി നമ്മൾ മേടിച്ച് കഴിക്കുന്ന ചിക്കനും അല്ലെങ്കിൽ മട്ടണും ഏത് ഐറ്റംസും ആയിക്കോട്ടെ, അതുപോലുള്ള സാധനങ്ങൾ. അല്ലെങ്കിൽ ഇത്രയേറെ നമുക്ക് പൈസ മുടക്കി നമ്മുടെ സ്റ്റൊമക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വയറിലേക്ക് പോകുന്ന സാധനത്തിനെ നമുക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ? കോഴിയെ കൊല്ലുന്നത് മുതൽ അതിനെ നമ്മുടെ മുമ്പിൽ എത്തുന്നിടം വരെയുള്ളത് ലൈവ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഹോട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ഒരു സാധനവും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും പൊളിച്ച സാധനത്തിൻ്റെ അത്രയും പോലും ബെറ്റർ അല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലമാണിത്. കാരണം എവിടെ നിന്നാണ് നമ്മൾ ഫുഡ് പലയിടത്തുനിന്നും ദിവസവും മാറി കഴിക്കുന്ന ഒരിടത്തുനിന്ന് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ എത്തിയെന്ന് നമുക്കറിയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. ഞാൻ അത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളെ അല്ല. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയേറെ തീവ്രമായിട്ട് ഞാൻ ഫുഡ് ഇൻഫെക്ഷൻ അനുഭവിച്ചു. 1 മാസത്തോളം അതിൻ്റെ റിക്കവറായി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ തന്നെയും ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ശരീരത്തിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമുക്ക് തലവേദന ഉണ്ടാകുന്നത് 90% അസുഖങ്ങൾ ഉണ്ടാകുന്നതും നമ്മുടെ ഫുഡിൻ്റെ ഇൻഫെക്ഷനിൽ നിന്നും വയറിൽ നിന്നുണ്ടാകുന്ന സംഭവങ്ങളാണ്. തലവേദന ഉണ്ടാകുന്നത് പോലും നമ്മുടെ ഫുഡ് ഇൻഫെക്ഷനിൽ നിന്നുണ്ടാകുന്നതാണ്. ചിന്തിച്ച് നോക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിലുണ്ടാക്കുക. എല്ലാ സാധനങ്ങളും ഇപ്പം നമുക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം എന്തൊക്കെ ഉണ്ടാക്കണോ അതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാൻ വീട്ടിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ വീട്ടിലിപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ ബൈപ്പാസുകളിലും അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പൊരിച്ച് വെക്കുന്ന സാധനത്തിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടോട്ട് അട്രാക്ട് ചെയ്യാനാണ് പതിവ്. അതേ സംഭവം തന്നെ അതിലും ബെറ്ററായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടെ? എന്തിനാണ് ഈ വൈകുന്നേരം വീട് മൊത്തം കാലിയാക്കി നമ്മൾ അവരുടെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ ഹോട്ടലിൻ്റെ പുറകെ പോകുന്നത്? അതേപോലെ നമ്മൾ ഹോട്ടലിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന അതേ സന്ദർഭത്തിൽ നമ്മളിപ്പം ക്യൂ നിൽക്കുന്നത് ഫുഡിന് വേണ്ടിയാണെങ്കിൽ നാളെ നമ്മൾ ഡോക്ടറിന് വേണ്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. അത് എത്ര പൈസ ഉണ്ടെങ്കിലും വലിയ ടീംസ് ആണെങ്കിലും എത്ര വലിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും എക്സിക്യൂട്ടീവ് കാർ അവിടെ വെയിറ്റ് ചെയ്ത്